ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലാസ് കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തുടങ്ങാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന മുമ്പ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള സാധാ നോർമൽ ഒരു പാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ലഞ്ച് ബോക്സോ ടിഫിൻ ബോക്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നമുക്കിതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം അത് സ്റ്റീലിൻ്റെതാണ്. അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓയിൽ. അതിനുശേഷം കുറച്ച് മൈദപ്പൊടി ഇട്ട് നന്നായിട്ട് തട്ടി കൊടുക്കുക. അതാകുമ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്യണ അതേ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ യൂസ് ചെയ്യണേ ഏതെങ്കിലും ഗ്ലാസ്സിൽ വെച്ചിട്ടും കറക്റ്റ് മെഷർ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് മൈദയാണ്. അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കച്ചറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ച് കളയാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, നമുക്ക് ഇനി 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ സാധാരണ അപ്പത്തിലൊക്കെ യൂസ് ചെയ്യണ അപ്പക്കാരം എന്നൊക്കെ പറയുന്നത് അതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് 2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയി. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കണം. അതിൻ്റെ ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. ആ ബൗളിലോട്ടേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് പൗഡറായിട്ടുള്ള ഷുഗർ, അതായത് പഞ്ചസാര പൊടിച്ചതാണ്. 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ്. ഇനി ഓയിലും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അത് ഒത്തിരി ഒരു കട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും, പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറു ചൂട് വെള്ളം. നമ്മളിത് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് കേക്കിൽ ഒരു ചെറു ചൂട് വെള്ളം ചേർത്താൽ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം പാലും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ചെറിയ ചൂടുള്ള വെള്ളമാണ്. നന്നായിട്ട് ചൂട് പാടില്ല. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതാ ആദ്യം ഓരോരോ സ്റ്റെപ്പായിട്ട് വേണം ചേർക്കാൻ. ഒറ്റയടിക്ക് എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു കഥ ആക്കരുത്. അപ്പോൾ ഒരേ ഡയറക്ഷനോട്ട് തന്നെ തിരിച്ചിട്ട് വേണം ചെയ്യാൻ. കുറച്ചായി ഇട്ടിട്ട് സാവധാനം മെല്ലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുകയാണ്. ഒരു കൊക്കോ വാനില ടേസ്റ്റ് അടിപൊളിയാവുമല്ലോ. അപ്പോൾ ഇതാ വാനില എസൻസും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കൂ, നല്ല ഒരു സ്മൂത്ത് ബാറ്റർ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഞാൻ ചേർത്തിട്ടുള്ളത് 1/2 ഗ്ലാസ് വെള്ളമാണ്. കുറച്ച് 1/2 കപ്പ്, ഒരു കപ്പ് മെഷർമെൻ്റ് ആണെങ്കിൽ 1/2 കപ്പും വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മൈദയുടെ ഒക്കെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മൾ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ റിബൺ കൺസിസ്റ്റൻസി ആവണം നമുക്കിത് ഒഴിക്കാൻ വേണ്ടി. കണ്ടോ, ഒരു ലെയർ ആയിട്ടാണ് ഇതിൽ വീഴുന്നത്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് തട്ടി കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലാണ്. ഓവനിലും ചെയ്യാം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഞാൻ എടുത്തിട്ടുള്ള വിവോൻ്റെ ക്രീമാണ്. അപ്പോൾ 1/2 കപ്പും പ്ലസ് 1 ടീസ്പൂണും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് സ്റ്റിഫാക്കിയിട്ട് ബീറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത് ബീറ്റ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പ് പോയി, ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് ഒന്ന് സെറ്റ് ചെയ്യാനുള്ള ഗ്ലാസ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലാസ് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ ഗ്ലാസ് വേണമെങ്കിലൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ കേക്ക് വെന്ത് വന്നു. ഒരു 2 ലെയർ ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ്. ഇതിൻ്റെ ഡബിൾ ലെയർ ഉണ്ടായിരുന്നു. ഞാൻ എടുക്കാൻ മറന്നുപോയി ആ വീഡിയോ. അപ്പോൾ ഇതാ നമുക്ക് എന്തായാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് കേക്ക് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇനി ഈ ഗ്ലാസ്സിലോട്ടൊക്കെ ഇറക്കി വെക്കാം. ഫസ്റ്റ് ലെയർ നമുക്ക് കേക്ക് ബേസ് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പാലാണ്. പാലിൽ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നന്നായിട്ട് തന്നെ ചൂടാറണം. അതിന് ശേഷം നമുക്ക് വെറ്റ് ചെയ്യാം. വെറ്റ് ചെയ്യാതെ കേക്ക് ഒരിക്കലും ഐസിങ് ചെയ്യരുത്. അപ്പോൾ ഒത്തിരി ഹാർഡായിരിക്കും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യുമ്പോൾ കഴിക്കുമ്പോഴൊക്കെ.
അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കാതെ ഡയറക്റ്റ് ബീറ്റ് ചെയ്ത പാടനെ നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീമും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മേലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഉറുമാമ്പഴം, പോമഗ്രാനൈറ്റ്, അനാർ എന്നൊക്കെ പറയുന്ന ഉറുമാമ്പഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാണാൻ ഒരു ഭംഗിക്ക്, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോഴൊക്കെ ഒരു ടേസ്റ്റ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു പീസും കൂടി നമ്മുടെ കേക്ക് ബേസ് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? ഓക്കെ, അപ്പോൾ ഇനി മേലെ നമുക്കൊന്ന് വെറ്റ് ചെയ്യണം. വെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്തത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് ടോപ്പിലും നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ? ഒരു നല്ല രസത്തിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻസ് പൊതുവേ ഭയങ്കര അട്രാക്റ്റീവാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഞാൻ ഇവിടെ 10 ക്ലാസ്സാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അനുസരിച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ 10 ക്ലാസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.